ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഓരോ ദിവസവും ദൈവം നമ്മളെ അനുഗ്രഹിച്ച് നടത്തുകയാണ്. ഈ 6-ാം മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം എത്തിയിരിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചു അന്നു മുതൽ ഇന്ന് വരെ നമുക്ക് വേണ്ടതെല്ലാം നൽകി തന്നുകൊണ്ടിരിക്കുന്നു. നാം പലപ്പോഴും അവിശ്വസ്തരായിരുന്നപ്പോഴും ദൈവം നമുക്ക് വിശ്വസ്തനായിരുന്ന് നമ്മളെ കരം പിടിച്ച് വഴി നടത്തിയ, വീഴാതെ താഴാതെ സൂക്ഷിച്ച ദൈവത്തിന് നന്ദി പറയാം. വിശേഷാൽ ഈ വർഷത്തിൻ്റെ ആദ്യ പകുതി ആയിരിക്കുകയാണല്ലോ. അപ്പോൾ ഇനി എത്ര നാളുണ്ട്? വിരലിലെണ്ണാവുന്ന മാസങ്ങളേ ഉള്ളൂ. നോക്കുക, വാഗ്ദത്തം നിറവേറാൻ സമയമായിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയരെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കട്ടെ. ശക്തമായി കഴിഞ്ഞ നാളുകളേക്കാൾ ഉപരിയായിട്ട് ഉണർന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ ദൈവിക വിടുതലുകൾ അനുഭവിക്കാനായിട്ട് നമുക്കിന്ന് കഴിയും. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5-6 വാക്യത്തിലാണ് ശതാധിപൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ചു കിടക്കുന്ന അവസ്ഥയിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് താൻ പറയുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ വായിച്ചത്. എന്നാൽ യേശു ഞാൻ വന്ന് നിൻ്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കാമെന്ന് പറയുമ്പോൾ ആ വ്യക്തി, ആ ശതാധിപൻ പറയുകയാണ്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. നോക്കുക, അവൻ്റെ പുരയ്ക്കകത്ത് പോലും യേശു വരാൻ യോഗ്യനല്ല എന്ന് അവൻ തൻ്റെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് സമ്മതിക്കുകയാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും എന്തെല്ലാം കുറ്റങ്ങളും തെറ്റുകളും ബലഹീനതകളുമുണ്ട്. അതെല്ലാം ഏറ്റുപറഞ്ഞ് ക്ഷമിച്ച് കർത്താവിൻ്റെ സന്നദ്ധിയിൽ ക്ഷമ ചോദിക്കുവാൻ, നാം ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കുക, നാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് ക്ഷമ പ്രാപിക്കുക. അങ്ങനെ വിടുതൽ അനുഭവിപ്പാൻ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. അതിനായിട്ട് നമ്മളെ ഒരുക്കട്ടെ. ആ ബാല്യക്കാരൻ സൗഖ്യമായി. എന്നാൽ ആ ശതാധിപൻ പറഞ്ഞ വാക്ക് കേട്ടോ, ഞാൻ പറയുമ്പോൾ പോവുകയും ചെയ്യുമ്പോൾ ചെയ്യാൻ പറയുന്ന ജോലികൾ ചെയ്യുന്നവരുണ്ട് എൻ്റെ കീഴിൽ. അങ്ങനെ പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, ഈ മനുഷ്യൻ്റെ വിശ്വാസം കണ്ടോ, ഇത്ര വലിയ വിശ്വാസം. ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ ജീവിതത്തിലും കർത്താവ് ആഗ്രഹിക്കുന്നത് വിശ്വാസത്തോടെ കർത്താവിൻ്റെ പാദസേവ ചെയ്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. നാമത്തെ അങ്ങ് മഹത്വപ്പെടുത്തിയാലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.